ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരം ചെയ്യുന്ന ഉമേഷ് രാജീവ് ചന്ദ്രശേഖരൻ SKNുമായി സംസാരിച്ചപ്പോൾ ശബരിമല വിഷയം ചോദിച്ചപ്പോൾ ഞങ്ങളത് പറയുന്നുണ്ട്, എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാണ്. എന്താണ് രാജീവ് ചന്ദ്രശേഖരൻ നൽകുന്ന രാഷ്ട്രീയ സൂചന? വികസനം എന്നൊരൊറ്റ വിഷയം മുൻനിർത്തി തന്നെയാണോ BJP ഈ തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോകുന്നത്? അതിനപ്പുറത്തേക്ക് വിശ്വാസ പ്രശ്നങ്ങൾ, വിശ്വാസികളുടെ കാവലാളം എന്നൊക്കെ സ്വയം പ്രഖ്യാപിക്കുന്ന BJP ശബരിമല സ്വർണ്ണക്കൊള്ളടക്കമുള്ള വിഷയങ്ങൾ കാര്യമായി ഫോക്കസ് ഷിഫ്റ്റ് കൊണ്ടുവന്ന് ആ വിഷയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CPM-നെതിരെ വോട്ട് പിടിക്കാൻ അല്ലെങ്കിൽ CPM-എതിരെ പോരിന് ആ വിഷയത്തെ ഉയർത്തി കാണിക്കാൻ BJP തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? എന്താണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഉമേഷ്? അധികം SKNുമായി രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചു. പക്ഷേ സാധാരണഗതിയിൽ സംസാരിക്കുന്നതിനേക്കാൾ വളരെ കൂളായിട്ടാണ് സംസാരിച്ചത്. പക്ഷേ വിവാദ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ നിലപാടുകൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞില്ല. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ള എന്തുകൊണ്ടാണ് BJP ഉന്നയിക്കാത്തത്? ഒരു ഘട്ടം കഴിഞ്ഞോളൂ, പ്രത്യേകിച്ച് തന്ത്രിയുടെ അറസ്റ്റിന് ശേഷം BJP ഈ വിഷയത്തിൽ മെല്ലെപ്പോക്കാണ്, അല്ലെങ്കിൽ അത് കൃത്യമായ നിലപാടായി തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടങ്ങളിൽ പോലും ഉന്നയിക്കുന്നില്ലല്ലോ എന്ന ചോദ്യത്തിന് ശബരിമല സ്വർണ്ണക്കൊള്ള നേരത്തെ ഉന്നയിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതേ വിഷയം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? മുൻപ് പ്രധാനമന്ത്രി വന്നപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിൽ പ്രതികളായ എല്ലാവരെയും അഴിക്കുള്ളിലാക്കുമെന്ന് വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി വീണ്ടും വരുമ്പോൾ അത് പറയേണ്ടതുണ്ടോ? അത്തരത്തിൽ നിരന്തരമായി ജനങ്ങളെ ഇക്കാര്യങ്ങൾ, ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? ഈ രീതിയിലുള്ള മറുപടിയാണ് നൽകിയത്. വികസനം മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. BJP സ്ഥാനാർത്ഥി ഒരു വികസനം എന്നുള്ള ലക്ഷ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് രാജ്യത്തെ വികസനം, അത് കേരളത്തിലും കൂടി വരണം, മാറേണ്ടത് മാറണം എന്നുള്ള മുദ്രാവാക്യം മാത്രമേ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഊന്നി മാത്രമായിരുന്നു മറുപടി പറഞ്ഞത്. അതോടൊപ്പം തന്നെയാണ് ഡീൽ വിവാദം ചോദിച്ചത്. ഡീൽ വിവാദത്തിലും സമാനമായ ഒരു മറുപടിയാണ് പറഞ്ഞത്. കാരണം ഇന്ത്യ മുന്നണി നോക്കിയാൽ അറിയാം എവിടെയാണ് ഡീൽ എന്നത്. എന്തായാലും BJPക്ക് പ്രാദേശിക തലത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ അത്തരമൊരു ഡീലിന്റെ ആവശ്യമില്ല. ഈ കേരളം ഭരിക്കാൻ പോകുന്നത് BJP-യാണ്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ 40 നിയമസഭാ മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. സ്വാഭാവികമായി ഒരു മുന്നണികൾക്കും കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഡീൽ എങ്ങനെയാണ് ഉരുത്തിരിയുക, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എങ്ങനെയാണ് ഉരുത്തിരിയുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നുള്ള മറുപടിയാണ് നൽകിപ്പോയത്. എന്തായാലും ഈ രീതിയിൽ രാഷ്ട്രീയ വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് പറയാതെ, അത്തരത്തിൽ വിവാദങ്ങളിലേക്ക് ചാടാതെ, വളരെ ഒഴുക്കം മട്ടിൽ ഒരു സാധാരണ വലിയൊരു തഴക്കം വന്ന രാഷ്ട്രീയക്കാരനെ പോലെ കൃത്യമായ നിലപാടുകൾ പറയാതെ, അല്ലെങ്കിൽ BJP-യുടെ നിലപാടുകൾ വിവാദമാകാത്ത രീതിയിൽ അവതരിപ്പിച്ച് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോവുകയായിരുന്നു. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.